എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും കഴിക്കരുത്, ഇതിൻ്റെ അകത്ത് എന്താ വരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ഉള്ള വേസ്റ്റുകളൊക്കെ അരച്ച് ആ പരുവത്തിലാക്കിയാണ് നമുക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ചിന്തിക്കുക ശരിയാണോ തെറ്റാണോ. ഞാനൊന്നും പറയുന്നില്ലേ. മെക്ഡൊണാൾഡ്സ് പറയുന്നു ഞങ്ങൾ ഇത്രയും മില്യൺ പീപ്പിൾസിനെ സെർവ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. ഇത്രയും മില്യൺ പീപ്പിൾസിനെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും മീറ്റ് വേണം. അപ്പോൾ ആ മീറ്റ് അവൈലബിൾ ആവാൻ പാകത്തിനുള്ള ഒരു സ്ലോട്ടർ ഹൗസോ നമ്മൾ ഒരുപാട് കാണാറില്ല, നമ്മുടെ കണ്ണിൽ കാണാറില്ല. ബട്ട് ദേ ആർ സെർവിങ് ദാറ്റ് മൈ പീപ്പിൾ. ഇന്ന് രാവിലെ ഞാൻ കണ്ടൊരു ന്യൂസിൽ found a truck full of children's bodies. I mean, this is horrible. The horrifying incident took place at a gas station in Michoacan, Mexico, where the woman worked inspecting semi-trucks. Truck's back door was slightly open, so she decided to take a look. She slowly opened the door and immediately burst into tears. Inside were hundreds of children's bodies piled on top of each other like food. I mean, we steal 100 to 300,000 children a year just here in this country. And we drain their blood and we mix it with a Passover bread, and then we throw the bodies into the slaughterhouses that we own, and we grind up all the bodies in the sausage and the hamburger. McDonald's is one of our favorite outlets. മക്ഡൊണാൾഡ്സിൻ്റെ പരസ്യത്തിൽ പ്രത്യേകം എഴുതി വെച്ചേക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, വി ആർ സെർവിങ് ദിസ് മെനി ബർഗേഴ്സ് എന്നല്ല, ദേ സെർവ് ദാറ്റ് മെനി പീപ്പിൾ എ ഡേ എന്നാണ് പറയുന്നത്. ചുമ്മാ ഒന്ന് ചിന്തിച്ചോ, വെറുതെ ഇരിക്കുമല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ആലോചിക്കുക.